ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഷെൽ കമ്പനികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും കൂടുതൽ തെളിവുകളില്ല. ഏജന്റുമാർ കൈക്കൂലി പണം മാറ്റിയ മുംബൈയിലെ ബോറോ കമ്മോഡിറ്റീസ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ വിജിലൻസ് സംഘം എത്തുമ്പോൾ പൂട്ടിയിട്ട നിലയിലായിരുന്നു. അടുത്ത ബുധനാഴ്ച ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണ പുരോഗതി വിജിലൻസ് ഹൈക്കോടതിയെ അറിയിക്കണം. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ തെളിവുകൾ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് വിജിലൻസ്. തെളിവുകൾ ഹാജരാക്കാനായില്ലെങ്കിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകേണ്ടി വരും. തനിക്കെതിരെ തെളിവുകളില്ലെന്നും അറസ്റ്റിലായ വിൽസൺ ഉൾപ്പെടെയുള്ളവരെ അറിയില്ലെന്നുമാണ് ശേഖർ കുമാറിന്റെ വാദം. മറിച്ച് ശേഖർ കുമാറിന് ഏജന്റുമാരുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാവുന്ന ഫോൺ രേഖകളോ മറ്റ് ഡിജിറ്റൽ തെളിവുകളോ വിജിലൻസിന് ലഭിച്ചിട്ടുമില്ല. വിശദമായ അന്വേഷണം പോലും നടക്കുന്നതിന് മുമ്പ് ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തതും ഉദ്യോഗസ്ഥനെ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ലഭിക്കാത്തതും അന്വേഷണത്തിലെ തിരിച്ചടികളാണ്. തെളിവുകൾ കൈമാറിയില്ലെങ്കിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് സ്ഥിരപ്പെടുത്തി ശേഖർ കുമാറിന് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ വിജിലൻസ് വാദങ്ങളെല്ലാം പൊളിയും. വിജിലൻസിൽ കൈക്കൂലി പരാതി നൽകിയ വ്യവസായി അനീഷ് ബാബുവും ഏജന്റ് വിൽസനുമായുള്ള സംഭാഷണത്തിൽ പരാമർശിക്കുന്ന ശേഖർ കുമാറിന്റെ പേര് മാത്രം മുൻനിർത്തി പങ്കാളിത്തം ഉറപ്പിക്കാനാകില്ല. ഷെൽ കമ്പനികൾ കേന്ദ്രീകരിച്ചുള്ള വിജിലൻസ് അന്വേഷണവും കാര്യമായി മുന്നോട്ടു പോയിട്ടില്ല. ജനം, കൊച്ചി.